മലയാള മനോരമ വഴി നിങ്ങളേട്ടം നടത്തിയ പുതിയ പ്രഖ്യാപനത്തിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ബാഡ്ജിന്റെ മറവിൽ ക്ലബിനെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകളെ വഞ്ചിക്കുക എന്നതിന്റെ ഒരു എക്സ്ട്രീം ഫോം ഞാൻ ഇവിടെ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്തു തരാം. ഇടേ ഫ്രോഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാഡ്ജ് ഉപയോഗിച്ച് നടത്തുന്ന വളരെ വലിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നെ 2 ദിവസം മുമ്പ് കുറെ പിള്ളേർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു 10-20 പേരോളം ഉണ്ട്. ഇവർ കോൺടാക്ട് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇവർ കഴിഞ്ഞ 1-2 സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളവരാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന പിള്ളേരാണ്. അവർ ഒരുപാട് പണിയോടെ എടുത്തിട്ടുണ്ട്. അവർക്ക് ഓഫർ ചെയ്തിരുന്ന തുക എന്ന് പറഞ്ഞാൽ 500 രൂപയായിരുന്നു. 500 രൂപയാണ് അവർക്ക് ഓഫർ ചെയ്തിരുന്ന തുക. അവർ 500 രൂപയ്ക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ നിന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നതായിരുന്നു അവർ ആ ജോലിക്ക് പോയി നിൽക്കാൻ തീരുമാനിച്ച ഘടകങ്ങളിൽ ഒന്നും. ഈ 10-20 പിള്ളേരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇവരെ മുൻനിർത്തി ഒരാൾ നടത്തിയ തട്ടിപ്പിന്റെ കഥയാണ്. അപ്പം ഈ പ്രൊഫഷണൽ കോൺട്രാക്ട് വഴിയാണ് ഇതിനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ലേബർ കോൺട്രാക്ട് എന്ന് പറയാമെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സും ഒരു ഇടനിലക്കാരും തമ്മിലുള്ള കരാർ ഒപ്പിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന അറിയിപ്പ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പിള്ളേർക്ക് കൊടുക്കാനുള്ള പൈസ ഇതിന്റെ കരാർ എടുത്ത ആളിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഓക്കെ, ഈ കരാർ എടുത്തയാളും ഈ പിള്ളേർക്കും ഇടയിൽ ഇടനിലക്കാരനായിട്ട് വന്ന അജ്മൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പിള്ളേരെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരുടെ കയ്യിൽ നിന്നും കവർന്നെടുത്തത് ഏകദേശം 5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയ്ക്കുള്ള തുകയാണ്. അങ്ങനെ പറയുമ്പോൾ 3 ലക്ഷം ഏകദേശം 5 ലക്ഷത്തോളം വരുന്നുണ്ട്. 3 ലക്ഷം അല്ല ഞാൻ പറയുന്നത്, 3.5 ലക്ഷം. ഇതായത് കുറച്ച് പിള്ളേരുണ്ട്, അതായത് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. നിലവിൽ എന്റെ അറിവിൽ ഏകദേശം 5 ലക്ഷത്തോളം രൂപയാണ് ഈ അജ്മൽ അഷ്റഫ് എന്ന് പറയുന്ന പുള്ളി ഈ പിള്ളേര് ഈ കഷ്ടപ്പെട്ടവന് കൊടുക്കാനുള്ളത്. ഈ പിള്ളേര് 500 രൂപ എന്ന് പറഞ്ഞെങ്കിൽ പോലും അവർ വരുന്നത് അവർക്ക് 300 രൂപയോളം ചിലവാകുന്നുണ്ട് സ്റ്റേഡിയത്തിലേക്ക് വരാൻ. അവർ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കാണുന്നതിനും അവിടെ ജോലി ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് വരുന്നത്. ഈ വരുന്ന പിള്ളേരെ ലേബർ നിയമങ്ങൾ മുഴുവനും ലംഘിച്ചുകൊണ്ടാണ് അവിടെ ജോലിക്ക് നിയമിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇവരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ലേബർ കോൺട്രാക്ടോ കാര്യങ്ങളോ ഒന്നും സൈൻ ചെയ്യിപ്പിച്ചിട്ടല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കേരളമാണ്. ലേബർ കോൺട്രാക്ടോ സാധനങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇത്രയും പിള്ളേരെ ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട സംഗതി. ഇവർക്ക് ആ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അജ്മൽ അഷ്റഫ് എന്ന് പറയുന്ന തട്ടിപ്പുകാരനായ വ്യക്തി കൊടുക്കുന്ന ഒരു ചെക്ക് മാത്രമാണ്. ഈ ചെക്ക് കൊണ്ട് ഇവരെ ചെക്ക് മാറാൻ ചെല്ലുന്ന സമയത്ത് ഈ ചെക്ക് ബൗൺസ് ആയി വരികയാണ്. ആക്ച്വലി എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ പിള്ളേര് ഞാൻ ഇവരോട് ചോദിച്ചു, ഇവർ എന്തിനാണ് ലേബർ കോൺട്രാക്ട് പോലും സൈൻ ചെയ്യാൻ ജോലിക്ക് പോയത്? ഇവർ 1-2 ആളുകളൊന്നും അല്ലേ, ഒരുപാട് ആളുകളെയാണ് ഈ പർട്ടിക്കുലർ വ്യക്തി പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള മാർഗ്ഗങ്ങളില്ല. കാരണം ഇവരുടെ കയ്യിൽ അജ്മൽ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത ചെക്കും മറ്റു കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. കാരണം ഇവരുടെ കയ്യിൽ ഒരു പ്രോപ്പർ ലേബർ കോൺട്രാക്ടോ മറ്റു കോൺട്രാക്ടോ ഒന്നും സൈൻ ചെയ്തത് ഈ പിള്ളേരുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇവർക്ക് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ആ പിള്ളേരെ കൊണ്ട് ഇന്ന് ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ തന്നെ ലോയേഴ്സ് പാരഡൈസ് എന്നാണ് വിളിക്കുന്നത്. നിയമത്തിന്റെ നൂലാമാലകൾ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചട്ടത്തരവും ചെയ്തിട്ട് ആർക്കും കൂളായിട്ട് നടക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു ദുരവസ്ഥ. ഈ അജ്മൽ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ഫോട്ടോയും മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ കാണിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫമേഷൻ കേസ് പോകാനുള്ള ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ കേസിന് പോയി കഴിഞ്ഞാലും മറ്റുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. ഞാൻ ആളിന്റെ ഐഡന്റിറ്റി മറ്റു കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തീർപ്പുണ്ടായിട്ടില്ല എങ്കിൽ അപ്പം ഇനിയിപ്പോൾ ഡിഫമേഷൻ കേസ് കൊടുത്താലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആള് പറ്റിച്ചു എന്നതിന് കുറച്ച് എവിഡൻസും കാര്യങ്ങളുണ്ട്. കാരണം ഈ പിള്ളേര് പൈസ അന്വേഷിച്ചു. നിങ്ങൾ ആലോചിക്കണം, പിള്ളേര് സ്റ്റേഡിയത്തിൽ വെറുതെ അല്ല പണിയെടുത്തതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കുന്ന സമയത്ത് അവിടെ എന്തോരം വർക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഞാൻ മത്സരം കാണാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെടുക്കുന്ന എഫേർട്ട് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഷ്ടപ്പെട്ട് അച്ചാറായിട്ടായിരിക്കും അവർ അന്ന ദിവസം ചെല്ലുന്നത്. ഇങ്ങനെയുള്ള പിള്ളേരെ പറ്റിച്ചാണ് ഏകദേശം 5 ലക്ഷത്തോളം രൂപ. ഇവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് പിള്ളേരെ ഈ അജ്മൽ അഷ്റഫ് എന്ന് പറയുന്ന ഫ്രോഡ് തന്നെ കുറച്ച് പിള്ളേരെ പിടിച്ചു നിർത്തി ഇവർ വഴി മറ്റുള്ള പിള്ളേരെ ഓർഗനൈസ് ചെയ്യും. എന്നിട്ട് ഈ പിള്ളേരോട് പറഞ്ഞിരിക്കുന്നത് പൈസ മൊത്തം ഈ പിള്ളേരുടെ എന്ന് വെച്ചാൽ ഈ ലാർജസ്റ്റ് നമ്പർ ഓഫ് പിള്ളേരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവൻ തന്നെ സെലക്ട് ചെയ്ത 2-3 പിള്ളേരുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പിള്ളേരെല്ലാം കൂടി, അതായത് ജോലി ചെയ്ത മറ്റു പിള്ളേരെല്ലാം കൂടി ഈ ജോലി ചെയ്തവർക്കിടയിൽ നിന്നും ഒരു ലീഡറെ ഇവൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നല്ല, കുറെ അധികം ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ കീഴിൽ മറ്റു പിള്ളേരെ ജോലിക്ക് വെക്കും. ഈ പൈസ എല്ലാം ഇവൻ തിരഞ്ഞെടുത്ത ലീഡേഴ്സിന്റെ കയ്യിലുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ഈ സാധാരണക്കാരായിട്ടുള്ള മറ്റു പിള്ളേരെല്ലാം വന്ന് ഇവൻ പൈസ കൊടുത്തു എന്ന് ധരിപ്പിച്ചിരുന്ന പിള്ളേരുടെ വീട്ടിൽ ചെന്ന് തെരുവിളിയും കാര്യങ്ങളൊക്കെ ആയി. അത്യാവശ്യം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയപ്പം അതായത് ഈ ബാധിക്കപ്പെട്ടെന്ന് വെച്ചാൽ ഇവൻ പൈസ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട പിള്ളേരുണ്ടല്ലോ, ഇവനെ വിളിച്ച സമയത്ത് ഇവൻ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു. ഇവരുടെ റിക്വസ്റ്റിന്റെ ഭാഷയിലാണ് ഈ പിള്ളേർ ഇവനോട് സംസാരിക്കുന്നത്. ഇവൻ ഭയങ്കര മോശമായിട്ടാണ് ഇവന്റെ അമ്മയോട് വരെ മോശമായിട്ട് സംസാരിക്കുന്നതിന്റെ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വെറുതെ സംസാരിക്കുന്നതല്ല, ഇതിന്റെ എല്ലാം പ്രോപ്പർ വോയിസ് ക്ലിപ്പ് ഉണ്ട്. പിന്നെ ഇവൻ കൊടുത്ത ചെക്ക് കയ്യിലുണ്ട്. ഇത് ലീഗലി പോയി കഴിഞ്ഞാലും ഇതിനകത്ത് ഈ പിള്ളേരുടെ കയ്യിൽ കോൺട്രാക്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് ഇവർക്ക് പൈസ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇവർക്ക് കേസും കോടതിയൊക്കെ ആയിട്ട് കുറെ ഡ്രാഗിങ് നടക്കാൻ പറ്റും എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഈ പ്രമുഖമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു പ്രമുഖ പടയിലെ കുറച്ച് ആളുകളോട് ഈ പിള്ളേർ പരാതി പറഞ്ഞപ്പം അവന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല, നമ്മൾ വലിയ 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 ആളുകളാണ്, നമ്മൾ വലിയ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുള്ളൂ, ഇതൊന്നും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. ആക്ച്വലി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബ് ഇതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല. കാരണം അവരൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. അവർ കരാർ അടിസ്ഥാനത്തിൽ കരാർ ഏറ്റെടുത്ത ആൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഈ കരാറുകാരനും ഈ പിള്ളേർക്കും ഇടയിൽ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന അജ്മൽ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്രത്തോളം രൂപ ഇവരിൽ നിന്നും തട്ടിച്ചത്. ഇപ്പം ഏകദേശം 1 വർഷത്തിലേറെ ആവുന്നതുകൊണ്ട് തൊട്ടടുത്ത സീസണായി. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല.
ഈ പിള്ളേരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ പടയോട് ഇതിനകത്ത് വരുന്നത് പട ഇടപെട്ടത് സാധനം വാങ്ങിച്ചു കൊടുക്കണമെന്നല്ല. നിങ്ങൾ വിചാരിച്ച ഒരു തേങ്ങ നടക്കത്തില്ല. ഏതെങ്കിലും ചോദിക്കാനും പറയാനും ആളില്ലാത്ത പിള്ളേരുടെ ഫേസ്ബുക്ക് വാളിൽ പോയി തെറി വിളിക്കുക, തന്തയ്ക്ക് വിളിക്കുക, എന്നിട്ട് അൺഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ പിടിച്ചടിക്കുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യം തന്നെയാണ്. ആക്ച്വലി അതുകൊണ്ടാണല്ലോ നിങ്ങളോട് പരാതിയായിട്ട് വന്നപ്പം നമുക്കിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, നമുക്ക് വേറെ പരിപാടിയുണ്ട്, ഇതൊക്കെ വേറെ ഡീലാണ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ പിള്ളേർക്ക് ലീഗലി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ആകെ ഉള്ള കാര്യം ഈ പട ഉൾപ്പെടെയുള്ള ആളുകൾ പടയായാലും മാനേജ്മെന്റ് ആയാലും ഇത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാഡ്ജ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ബ്രാൻഡ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. അതായത് ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയത്തിലും ഗ്രൗണ്ടിലും ഒക്കെ ജോലിക്ക് വരുമ്പോൾ ഏതെങ്കിലും ഇടനിലക്കാരന്മാർ കരാറുകാരന്മാർ ജോലിക്ക് വിളിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു കോൺട്രാക്ട് ബേസിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് എന്തെങ്കിലും എഗ്രിമെന്റ് വാങ്ങിച്ചിട്ട് ജോലിക്ക് വരാൻ പറ്റുള്ളൂ എന്ന തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നടത്താൻ പോലും ഇവന്മാർക്കും പറ്റുന്നില്ല. പിന്നെ ഈ അജ്മൽ അഷ്റഫ് എന്ന് പറയുന്ന ഫ്രോഡിനെ പോലെയുള്ളവരെ എക്സ്പോസ് ചെയ്യാനും ഇവന്മാരെ കൊണ്ട് പറ്റില്ല. കാരണം ഈ അജ്മൽ അഷ്റഫ് എന്ന ആളുമായിട്ട് ഞാൻ പറയുന്നില്ല ഇപ്പം ഈ പടയും അവരും ബന്ധമുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആക്ച്വലി അങ്ങനെ ചില സംശയങ്ങളും ഇതിൽ പിള്ളേർ കൊണ്ട് ചില ആളുകൾക്ക്. കാരണം ഇവര് ചെല്ലുമ്പോൾ ആക്ച്വലി ഇവരെ പോലെ ഒരു നിങ്ങൾക്കറിയാലോ ഈ മഞ്ഞപ്പട എന്ന് പറയുന്ന സാധനം ഒരു ലാർജ് സ്കെയിൽ നെറ്റ്വർക്ക് ആകുമ്പോൾ ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇവർ പറ്റും എന്നല്ല പറയുന്നത്, പറ്റുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് സാധാരണ ആരാധകർക്കൊപ്പം അല്ലെങ്കിൽ ക്ലബിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾക്കൊപ്പം നിൽക്കും എന്നൊരു ബോധമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ഇവന്മാരെ കൊണ്ട് പറ്റേണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണേ. 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് 300 രൂപയോളം ചെലവാക്കിയിട്ടാണ് അവന്മാർ പോയി അത്രയും വെയിലും മഴയും കൊണ്ടിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഈ സ്റ്റേഡിയത്തിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് പോലും കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. ഇത്രത്തോളം ചൂഷണം ചെയ്യപ്പെട്ട കുട്ടികളോട് അനുതാപപൂർവ്വമായിട്ടൊന്ന് പെരുമാറാൻ പോലും ഇവരെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സിസ്റ്റം പദ്ധതിക്കാണ്. ഞാൻ ഈ സിസ്റ്റത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഇത്രയും കുട്ടികളുടെ ദയനീയാവസ്ഥയെ അല്ലെങ്കിൽ ഇത്രയും കുട്ടികളുടെ അറിവില്ലായ്മയെ വളരെ വളരെ ടാക്ടിക്കലായിട്ട് വളരെ ഷൂഡായിട്ട് വളരെ കണ്ണിങ് ആയിട്ട് വഞ്ചിച്ച ഈ അജ്മൽ അഷ്റഫ് എന്ന് പറയപ്പെടുന്ന ആളെ പോലെയുള്ള അപ്പം ഇവനെതിരെ ഇവൻ കുറ്റക്കാരനാണ് എന്ന് ഞാൻ പ്രോപ്പറായിട്ട് പറയുന്നില്ല. കാരണം ഇവനെതിരെ ഇപ്പോൾ പോലീസിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി എന്ന് പറയാം. കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്ക് വരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് കുറ്റം പ്രൂവ് ചെയ്താൽ മാത്രമേ പ്രതി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ സാധനങ്ങളും ആരോപിതനായിട്ടുള്ള വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പം ഈ കുറ്റാരോപിതനായിട്ടുള്ള അജ്മൽ അഷ്റഫ് എന്ന വ്യക്തിയെ പോലെയുള്ള ആളുകളെ എക്സ്പോസ് ചെയ്യേണ്ടതാണ്. അപ്പം ഇനിയും നമ്മൾ ഇവന്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് ഡിഫമേഷൻ കേസിനെ വൈകിട്ടൊന്നുമല്ല, അത് വേറെ കാര്യം. ഇവന് ഫാമിലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇവന് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പം അവർക്ക് കൂടി ഇവനെ പോലെയുള്ള ഫ്രോഡുകൾ കാരണം നാണക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊന്നും എക്സ്പോസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇൻ കോഴ്സ് ഓഫ് ടൈം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇവൻ ഒരിക്കലും ഈ പിള്ളേർക്ക് പൈസ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലെങ്കിലും ഇവനെത്തിയില്ലെങ്കിൽ ഈ പിള്ളേരോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇനിയും അപകടങ്ങൾ പറ്റാതിരിക്കണം എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയത്തിൽ ജോലിക്ക് വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങൾക്ക് പൈസ തരാം, അത് തരാം, ഇത് തരാം, കുറെ കാലത്തേക്കും ജോലി എടുക്കൂ എന്നൊന്നും വന്ന് പറഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഏത് എൻറ്റിറ്റി ആയാലും നിങ്ങളെ ഒരാൾ പൈസ തരാതെ ഇപ്പം കരാർ അടിസ്ഥാനത്തിലാണ് ജോലിക്ക് വെക്കുന്നത് എങ്കിൽ ആ കരാർ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വാങ്ങിച്ചിട്ട് അതിന്റെ കോൺട്രാക്ടിന്റെ ഒരു കോപ്പി കയ്യിൽ വെച്ചിരിക്കണം. നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇവനെ പോലെയുള്ള ഫ്രോഡുകൾ നിങ്ങളെ ചൂഷണം ചെയ്യും. നിങ്ങളെ ചൂഷണം ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടവന്മാർ വായടച്ചു വെച്ചിരിക്കുകയും ചെയ്യും. സോ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്നുള്ള ഓർമ്മ വേണം. ബട്ട് ലീഗലി എന്നെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. അതിപ്പം എൻ്റെ പേരിൽ ഡിഫമേഷൻ ഫയൽ ചെയ്യപ്പെട്ടാൽ പോലും സീനില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. താങ്ക് യു.